ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അർഷു മീഡിയ. ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഐഫോണിലെ ചില ഓപ്ഷൻസിനെ കുറിച്ചാണ്. പുതുതായിട്ട് ഐഫോൺ ഉപയോഗിക്കുന്ന ആളുകളെ ഉദ്ദേശിച്ച് മാത്രമാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കുന്നത്. ആൻഡ്രോയിഡിൽ നിന്നും ഐഫോണിലേക്ക് മാറിയ പല ആളുകൾക്കും ഐഫോണിലെ ഓപ്ഷൻസിനെ കുറിച്ചൊക്കെ അജ്ഞരാണ്. അത്തരം ആളുകൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കുന്നത്. നമുക്കാദ്യമായിട്ട് സെറ്റിങ്സിലേക്ക് പോകാം. സെറ്റിങ്സ് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാവുന്നതാണ്. ആൻഡ്രോയിഡ് മൊബൈലിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഓപ്ഷൻസാണ്. മാത്രമല്ല വളരെ ഡീപ്പായിട്ടുള്ള പല കാര്യങ്ങളും ഇതിന് അകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വളരെ അധികം മനസ്സിലാക്കിയാൽ മാത്രമാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഫസ്റ്റായിട്ട് എയർപ്ലെയിൻ മോഡ്, വൈഫൈ, ഇതേക്കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ല. അതിൽ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. മൂന്നാമതായിട്ട് ബ്ലൂടൂത്ത് ആണ്. ബ്ലൂടൂത്തിൻ്റെ ഉപയോഗം മറ്റുള്ള ആൻഡ്രോയിഡ് മൊബൈലുകളിലെ പോലെ സാധ്യമല്ല. സാധാരണ ആൻഡ്രോയിഡ് ഫോണുകളിലൊക്കെ ഫയലുകളും വീഡിയോസ്, ഫോട്ടോസൊക്കെ സെൻഡ് ചെയ്യാൻ നമ്മൾ ബ്ലൂടൂത്താണ് ഉപയോഗിക്കാറ്. എന്നാൽ ഐഫോണിലെ ബ്ലൂടൂത്തിന് അത്തരം ഉപയോഗം സാധ്യമല്ല. പ്രധാനമായിട്ടും ഇതിൻ്റെ ഉപയോഗം നമ്മുടെ ഓഡിയോ ഡിവൈസുകളൊക്കെ കണക്ട് ചെയ്യുക എന്നത് മാത്രമാണ്. ഉദാഹരണമായിട്ട് നമ്മുടെ സ്പീക്കർ, ഹെഡ്ഫോൺ, ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ പെയർ ചെയ്ത് കണക്ട് ചെയ്യാവുന്നതാണ്. ഐഫോണിലെ ഡാറ്റാസ്, വീഡിയോസ്, ഫോട്ടോസൊക്കെ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എയർ ഡ്രോപ്പ് പോലുള്ള ഓപ്ഷൻ ലഭ്യമാണ്. അതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നതാണ്. അടുത്തതായിട്ട് സെല്ലുലാറാണ്. സെല്ലുലാർ ഡാറ്റ എനേബിൾ ആയാൽ മാത്രമാണ് സിം ഉപയോഗിച്ചുള്ള ഇൻ്റർനെറ്റ് സാധിക്കുകയുള്ളൂ. ആയതിനാൽ എനേബിൾ ചെയ്ത് ഉപയോഗിക്കുക. തൊട്ടതായിട്ട് സെല്ലുലാർ ഡാറ്റ ഓപ്ഷൻസ് ആണ്. അതിൽ വോയിസ് ആൻഡ് ഡാറ്റ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമുള്ള നെറ്റ്വർക്കുകൾ സെലക്ട് ചെയ്യാവുന്നതാണ്. 2G, 3G, 4G ആവശ്യാനുസരണം സെലക്ട് ചെയ്ത് ഉപയോഗിക്കുക. പേഴ്സണൽ ഹോട്ട്സ്പോട്ടിനെ കുറിച്ച് നമുക്ക് പറയാം. പ്രധാനമായിട്ട് ഈ ഓപ്ഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, താഴെ ആയിട്ട് ഒരുപാട് നമ്മുടെ നെറ്റ് ഉപയോഗിക്കേണ്ട ആപ്ലിക്കേഷൻസും എല്ലാം ഇവിടെ തൊട്ട് താഴായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതിൽ ആവശ്യമുള്ളതും അനാവശ്യമുള്ളതുമായ പല ആപ്ലിക്കേഷൻസും ഉണ്ടാകും. അതിനൊക്കെ ഇൻ്റർനെറ്റ് ഉപയോഗം കൂടുതലായിട്ട് വരും. ഇതിൽ ഒരുപാട് ആപ്ലിക്കേഷൻസിൻ്റെ ഇൻ്റർനെറ്റ് ഞാൻ ഡിസേബിൾ ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളവ എനേബിൾ ചെയ്ത് ഉപയോഗിക്കുക. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് ഇൻ്റർനെറ്റ് MB ലാഭിക്കാവുന്നതാണ്. മാത്രമല്ല അനാവശ്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻസിൻ്റെ വരവൊക്കെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണ്. പ്രധാനമായിട്ടുള്ള വാട്സാപ്പ്, ഫേസ്ബുക്ക്, ട്വിറ്റർ വേണ്ടിയിട്ട് മാത്രം ഓപ്ഷൻസ് എനേബിൾ ചെയ്തിടുക. ബാക്കിയുള്ളതൊക്കെ ഡിസേബിൾ ചെയ്തിടുന്നതാവും നന്നാവുക. അടുത്തതായിട്ട് പേഴ്സണൽ ഹോട്ട്സ്പോട്ട്. ഇത് നമ്മുടെ ഇൻ്റർനെറ്റ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇതിന് നിങ്ങൾക്ക് പ്രത്യേക വൈഫൈ പാസ്വേഡൊക്കെ ഇട്ട് ഉപയോഗിക്കാം. പാസ്വേഡ് ഇവിടുന്ന് ചേഞ്ച് ചെയ്യാവുന്നതാണ്. പേഴ്സണൽ ഹോട്ട്സ്പോട്ട് എനേബിൾ ചെയ്ത് മറ്റുള്ളൊരു ഡിവൈസിൽ സെർച്ച് ചെയ്താൽ നമ്മുടെ ഐഫോൺ നെയിം അതിൽ കാണിക്കുകയും അതിന് ആവശ്യമായ പാസ്വേഡ് നൽകി നിങ്ങൾക്ക് നെറ്റ് ഉപയോഗിക്കാൻ സാധിക്കുന്നതുമാണ്. അടുത്തതായിട്ട് VPN ആണ്. VPN വേണ്ടിയിട്ട് നമ്മൾ സാധാരണയായിട്ട് ഒരുപാട് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാറുണ്ട്. ഇതിൽ കമ്പനി നൽകുന്ന ഒരു ഓപ്ഷനാണ് VPN. ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പല രാജ്യങ്ങളിലും ബ്ലോക്ക്ഡ് ആയിട്ടുള്ള സൈറ്റുകളൊക്കെ ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതിന് താഴെയായിട്ട് കാരിയർ, നമ്മൾ ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് കാണിക്കുന്ന ഓപ്ഷനാണ്. ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ നെറ്റ്വർക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അടുത്തുള്ള നോട്ടിഫിക്കേഷൻസ്, കൺട്രോൾ സെൻറ്റർ, ഡു നോട്ട് ഡിസ്റ്റർബ് തുടങ്ങിയ ഒരുപാട് ഓപ്ഷൻസിനെ കുറിച്ച് അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതാണ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.